ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമാണല്ലോ അല്ലേ? ഞാൻ കമറുദ്ദീൻ BA ഗ്രൂപ്പ് ബൺപത്തരിക്ക കാസർഗോഡ്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നല്ല ഒരു റബ്ബർ തോട്ടം വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട്. റബ്ബർ തോട്ടം മാത്രമല്ല, അതിൽ കുറച്ച് അടക്കമരവും അതുപോലെ തന്നെ തേപ്പ് വർക്ക് ഫിനിഷ് ആവാത്ത ഒരു RCC വീടും ഇതിൽ ഉൾപ്പെട്ടതാണ് ഈ ഒരു വീഡിയോസ്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് നമ്പർ 454 അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ മുഴുവൻ സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ്. ഇതാ റബ്ബർ തോട്ടം ഇങ്ങനെയാണ് വരുന്നത്. ഇത് അത്യാവശ്യം ചെരിവും അതുപോലെ തന്നെ ലെവലും ഒക്കെ മിക്സായി കിടക്കുന്നതാണ് ഈ ഒരു സ്ഥലം ഇതിൻ്റെ സ്ഥലം വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ടാർ റോഡിനോട് ചേർന്നിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. റോഡിൻ്റെ ലെഫ്റ്റും റൈറ്റുമായിട്ടാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റബ്ബർ മരം എന്ന് പറഞ്ഞാൽ 430 ഇനത്തിൽപ്പെട്ടതും അതുപോലെ തന്നെ 105 ഇനത്തിൽപ്പെട്ടതും ഏകദേശം 3000-ഓളം ടാപ്പ് ചെയ്യുന്ന മരമാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഏകദേശം 75ഓളം തെങ്ങും കൂടാതെ 200ഓളം കവുങ്ങും ഇഷ്ടം പോലെ വെള്ളത്തിൻ്റെ ഏരിയയും കൂടിയാണ്. ഇതാ കണ്ടല്ലോ, ആ ഒരു മനോഹരമായ കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതാ അപ്പോൾ ഏറ്റവും നിസ്സാര വിലക്കാണ് ഇപ്പോൾ നമുക്ക് ഈ സ്ഥലം നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തോട് ആഗ്രഹമുണ്ടെങ്കിൽ, ഇത് വാങ്ങണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ 62 38 63 24 17. അതുപോലെ തന്നെ മറ്റൊരു നമ്പർ 81 57 07 33 70. ഈ 2 നമ്പറിലും വാട്സപ്പും കൂടി ലഭ്യമാണ്. അപ്പോൾ സ്ഥലത്തിൻ്റെ കാഴ്ചകൾ ഇങ്ങനെയാണ്. നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഇതാ കണ്ടല്ലോ. അപ്പോൾ ടാർ റോഡിനോട് ചേർന്നിട്ടാണ് അത് അവസാനം നമുക്ക് ടാർ റോഡും അതിനുശേഷം ഈ റോഡിൻ്റെ മറുവശത്തുള്ള സ്ഥലവും ആ സ്ഥലത്ത് വീടും അതുപോലെ തന്നെ അടക്കാത്തോട്ടം ഇതൊക്കെ ഉൾപ്പെട്ടതാണ്. ഒരു വശത്ത് ഫുള്ളായിട്ട് റബ്ബറാണ് ഉൾപ്പെടുന്നത്, മറുവശത്താണ് വീട് അതുപോലെ തന്നെ അടക്കാത്തോട്ടം മറ്റു കാലി സ്ഥലങ്ങളുമായി അടങ്ങുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചകളും ഇതിൻ്റെ അവസാനം കാണിച്ചു തരാം. ഇതാ കണ്ടല്ലോ, മനോഹരമായ റബ്ബർ മരമാണ് ഇത്. 3 വർഷം മാത്രമാണ് ഇതിൽ ടാപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് ആയത്. എന്താ കണ്ടല്ലോ, ഓരോ കാഴ്ചകൾ നിങ്ങൾ കാണുക. ഇതാണ് ടാർ റോഡ് കാണുന്നത്. സൂമാക്കിയിട്ട് പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതാണ് ടാർ റോഡ്. അത് നമുക്ക് അവസാനം കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ 18 ഏക്കർ 50 സെൻറ്റ് സ്ഥലമാണ്. ഓക്കെ, 18 ഏക്കർ 50 സെൻറ്റ് സ്ഥലമാണ് റോഡിനോട് ചേർന്ന് ലെഫ്റ്റും റൈറ്റുമായിട്ട് കിടക്കുന്നത്. ഓക്കെ, എന്താ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, 18 ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ഫുള്ളായിട്ടൊരു വീഡിയോയിൽ കാണിച്ചു തരിക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും കഴിവിൻ്റെ പരമാവധി ഞാൻ ഇതിനെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു സ്ഥലം നേരിട്ട് വന്ന് കണ്ടേ തീരൂ. കണ്ടത് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇതാ കണ്ടല്ലോ, ഇതാണ് ആ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലവും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി മറുവശത്തേക്ക് ഇത് റോഡിൻ്റെ മേലെയുള്ള ഈ സ്ഥലവും കൂടി, അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടല്ലോ, ഈ ഒരു സ്ഥലം ഇങ്ങനെ വന്നതിന് ശേഷം ഇതുവഴി ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് താഴോട്ട് ഇറങ്ങി പോകുന്നത്. കണ്ടല്ലോ, ആ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഇത് കാണുന്നല്ലോ, അതിങ്ങനെ ക്രോസ് ആയിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഇത് ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, ഇത് ഇഷ്ടം പോലെ വെള്ളത്തിൻ്റെ ഏരിയയും കൂടിയാണ്. അപ്പം വീട്ടിൻ്റെ അകവും ഇതിൽ കാണിച്ചു തരാം. വീട് തേപ്പ് വർക്ക് ആയിട്ടില്ല, എന്നാൽ പഴയ വീടാണ്, RCC വീടാണ്.
ഇതാ കണ്ടല്ലോ, ഇത് റോഡിൻ്റെ താഴെ ഉള്ള ഒരു സ്ഥലമാണ്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ ഇഷ്ടംപോലെ വെള്ളത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ഒരു വെള്ളച്ചാട്ടം, തോടുണ്ട്, ഒഴുകിപ്പോകുന്ന വെള്ളത്തിൻ്റെ വീട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കാണിച്ചു തരാം. ഓക്കെ, കണ്ടല്ലോ, ഇങ്ങനെയാണ് ദൂരെ കാഴ്ച. അപ്പോൾ ഏതായാലും നമുക്ക് വീടിൻ്റെ അകമൊന്ന് കണ്ടതിന് ശേഷം ബാക്കിയൊക്കെ കാണാം എന്ന് തോന്നുന്നു. അപ്പോൾ വീടിൻ്റെ അകത്ത് നമുക്കിത് ഇങ്ങനെ കാണാം. ഇതാ ഇങ്ങനെയാണ്, തേപ്പ് വർക്ക് ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഓരോ റൂം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതാ ഫ്ലോറ് കാവിയാണ്, അതുപോലെ തന്നെ മേലെ ഡിസൈൻ ഓടാണ്. ഓക്കെ, ഇതാ ഈ ഒരു ചുമര് തേപ്പ് വർക്ക് ആയിട്ടാണ് കണ്ടല്ലോ, ബാക്കിയൊക്കെ കാവിയാണ്. ഇതാ കണ്ടല്ലോ, ഇതൊക്കെ തേപ്പാവാത്ത ചുമരാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ അകത്തെ ഫുള്ള് കാഴ്ചകൾ കണ്ടതിന് ശേഷം മറ്റു കാഴ്ചകൾ കാണിച്ചു തരാം. അതായത് ഇവിടെ കുടിവെള്ളത്തിനായിട്ട് കിണറും അതുപോലെ തന്നെ ബോർവെൽ, അതുപോലെ തന്നെ മറ്റ് കുളവും ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇഷ്ടം പോലെ വെള്ളത്തിൻ്റെ ഏരിയയാണ്. കണ്ടല്ലോ, ഓരോ മുറിൻ്റെയും കാഴ്ചകൾ കണ്ടല്ലോ. പുറത്തു നിന്നാണ് ഇവിടത്തേക്ക് മേലെ കയറി പോകാനുള്ള ഏണി വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ അതിർത്തിയായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് വരും. അപ്പോൾ ഇതിൻ്റെ ഫുൾ കാഴ്ച ഇതിങ്ങനെ കാണാം. കണ്ടല്ലോ, ഇത് ബോർവെല്ലാണ്. പിന്നെ വെള്ളത്തിൻ്റെ കണ്ടല്ലോ, നല്ല ഒഴുകിപ്പോകുന്ന വെള്ളം, ഇഷ്ടംപോലെ വെള്ളത്തിൻ്റെ ഏരിയ എന്ന് പറയാൻ കാരണം ഇതാണ്. കണ്ടല്ലോ, ഒരു പക്ഷേ ഈ ഒരു വീഡിയോക്ക് ഒരു പക്ഷേ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ടായിരിക്കും. അങ്ങനെ പാർട്ട് 1 പാർട്ട് 2 ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടതിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ പാർട്ട് 1ഉം പാർട്ട് 2ഉം ആയിരിക്കണം നിങ്ങൾ കാണുക. അതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം ഇത് നിങ്ങൾക്ക് നടക്കും എന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും 12,000 രൂപയാണ് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നത്. 12,000 റുപ്പീസാണ്. ഓക്കെ, കണ്ടല്ലോ, ഇതാണ് ആ മനോഹരമായ അടക്കാത്തോട്ടം എന്ന് പറഞ്ഞത്. ഏകദേശം 200-250ഓളം അടക്കമരമുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഈ വൃത്തിയാക്കിയിരിക്കുന്ന ആ ഒരു വശത്തുള്ള അടക്കാത്തോട്ടം മാത്രമാണ്. ഓക്കെ, കണ്ടല്ലോ, അത്യാവശ്യം നല്ല ഒരു മീഡിയം തരത്തിലുള്ള അടക്കമരമാണ്. നല്ല ക്വാളിറ്റിയിലാണ്. വെള്ളത്തിൻ്റെ ചാട്ടം കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാക്സിമം വീഡിയോ ഈ ഒരു നമ്മൾ ചെയ്യുന്ന വീഡിയോസ് മാക്സിമം ആവശ്യക്കാരിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓരോ ഷെയറും അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റുമാണ് നമ്മൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. എന്നും നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു വീഡിയോ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും കൂട്ടുകാരികളുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ആരും മറക്കാതിരിക്കുക.
എല്ലാവരും മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് വീഡിയോ കാണുക. ഓക്കെ, അത് വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഏതാണെങ്കിലും ഷെയർ ചെയ്ത് ഞങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ മൈ ഫ്രണ്ട്സ്, താങ്ക് യു.